കോഴിക്കോട് കുണ്ടങ്ങൽ എന്ന സ്ഥലത്ത് ഭാര്യയെ ആക്രമിച്ചെന്ന പരാതിയിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. CK നൌഷാദാണ് പിടിയിലായത്. പെട്രോൾ നിറച്ച കുപ്പിയുമായി എത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ്. ഒപ്പം ഇതിന് കഴിയാതെ വന്നപ്പോൾ ഇരുചക്രവാഹനം കത്തിച്ച് നശിപ്പിച്ചു എന്നുമാണ് പരാതിയിൽ ഉള്ളത്. നമുക്ക് പ്രതികരണങ്ങൾ ലഭ്യമാണ്. അതിലേക്ക് ആദ്യം. രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് 1:30, 2 മണി, 2:30 സമയത്തൊക്കെ വന്നിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ കാവലിരിക്കും, കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല. ഒരു ചെറിയ മോനുണ്ട്, ഫീഡ് ചെയ്യണേ, ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇപ്പം ഈ ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞത് തന്നെ നമ്മൾ പറയും. ലേശം കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഈ പുള്ളിയുടെ ഉറക്കം ഞാൻ കളഞ്ഞു, അതുകൊണ്ട് നീ ഉറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് തലയിൽ കൂടി വെള്ളമൊഴിക്കുക, അടിക്കുക, കൈ പിടിച്ച് തിരിക്കുക, വായിൽ വിരലിട്ടിട്ട് അകത്തി പിടിക്കുക, കൈ ചുരുട്ടി പിടിച്ച് തലയ്ക്ക് എന്നെ കുത്തുക, ഇതൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഒരാഴ്ച മുന്നേ ഉപദ്രവിച്ചിട്ട് പുള്ളി എന്നെ ആശുപത്രി കൊണ്ടുപോയി, ഇവിടെ PVSൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങി തന്നതാണ്. പിന്നെ ഇപ്പം മെനഞ്ഞാന്ന് പുലച്ചയ്ക്ക് വന്ന് കത്തി എടുത്തിട്ട് ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ കഴുത്തിൽ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ട് വരയുക, കൊല്ലൂന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടിക്കുക. ശ്വാസം മുട്ടിച്ചിട്ട് ഞാൻ പെടയുമ്പോൾ വിടും, പിന്നെ ശ്വാസം മുട്ടിക്കും, പിന്നെ ഞാൻ പെടയുമ്പോൾ വിടും, പിന്നെ ശ്വാസം മുട്ടി, പിന്നെ ഞാൻ പെടയുമ്പോൾ വിടും. എന്തൊരവസ്ഥയാണ് ഒരു സ്ത്രീ പറയുന്നത് കേട്ടില്ലേ? ശ്വാസം മുട്ടിക്കും, പെടയുമ്പോൾ വിടും, കത്തി കുത്തിവെച്ച് വരയുക, എന്നിട്ട് അയാൾ തന്നെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. എന്തൊക്കെ മനുഷ്യരാണെന്നുള്ളതാണ്. ഇംതിയാസ് കരീം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മൾ ഈ അതുല്യയെ സതീഷ് ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ കണ്ടാണ്. അതന്നെ വല്ലാതെ എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യർ പെരുമാറുമോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് ഇതാ ഇപ്പോൾ ആ സ്ത്രീ പറയുന്നത് കേട്ടില്ലേ? എന്തൊക്കെ രീതിയിലാണ് ആ സ്ത്രീയെ ഉപദ്രവിച്ചിരിക്കുന്നത്. ഭാര്യ എന്ന് പോട്ടെ, ഒരു ജീവനുള്ള ഒരു വസ്തുവാണ് എന്ന് പോലും പരിഗണിക്കാതെയുള്ള പീഡനമാണ്. ഇയാളപ്പോൾ എത്ര കാലമായി ഇത് തുടരുന്നു? എന്താണ് മറ്റുള്ള കുടുംബക്കാർ അല്ലെങ്കിൽ പോലീസും ഒക്കെ ഇക്കാര്യത്തിൽ പറയുന്നത്? ദിവ്യഷ്മണി, ഈ ഭാര്യ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഈ CK നൌഷാദ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി, ഇവരുടെ ഭർത്താവായിട്ടുള്ള ഒരു സൈക്കോ ആണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ് ഉപദ്രവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇതിങ്ങനെ തുടരുന്നുണ്ട് എന്നാണ് ഈ സ്ത്രീ, ഈ ഭാര്യയായിട്ടുള്ള ജാസ്മിൻ പറയുന്നൊരു കാര്യം. അതായത് ഇവരുടെ ഈ ജാസ്മിൻ്റെയും നൌഷാദിൻ്റെയും ഇത് 2ാം വിവാഹമാണ്. നേരത്തെ ഒരു വിവാഹം ഉണ്ടായിരുന്നു, ഇത് 2ാം വിവാഹമാണ്. ആ വിവാഹത്തിൽ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും, ഒരു ആൺകുട്ടിയും ഇവർക്കുണ്ട്. ഈ സ്ത്രീ, ഈ ഭാര്യ നേരത്തെ മുക്കത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അവിടെ കുറച്ച് ആളുകളുടെ കൂടെ എടുത്തൊരു ഫോട്ടോ, ആ ഫോട്ടോയിൽ ചില പുരുഷന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഫോട്ടോ കണ്ട് ഇയാൾക്ക് വലിയ രീതിയിൽ സംശയമുണ്ടായതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നൊരു കാര്യം. അത് നിരന്തരമായിട്ട് ഇതേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അത് വല്ലാതെ ഇവർ അസ്വസ്ഥരാക്കിയിരുന്നു. പിന്നീട് ഇപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവരുടെ ജാസ്മിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് അവരുടെ ഉമ്മയും ഉപ്പയും മുക്കത്ത് നിന്ന് കുണ്ടങ്ങലിലെ വീട്ടിലേക്ക് വന്നിരുന്നു. അത് ഇയാൾക്ക് പിടിച്ചില്ല, ഈ നൌഷാദ് എന്ന് പറയുന്ന കക്ഷിക്ക് പിടിച്ചില്ല. അതേ തുടർന്ന് കത്തി ഉപയോഗിച്ച് ഇവരെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ കൈകൊണ്ട് മുഖത്തടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അന്നേ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. എന്നാൽ വൈകുന്നേരം വരുമ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ചൊരു കുപ്പിയുമായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. കുറേ തവണ വാതിലിന് മുട്ടി എന്ന് പറയുന്നു. വാതിലിന് മുട്ടിയപ്പോൾ ഇവർ തുറന്നില്ല. അത് തുറക്കാത്ത ദേഷ്യം വെച്ച് ഈ വീട്ടുമുറ്റത്ത് ഇവരുടെ സഹോദരിയുടെ, ജാസ്മിൻ്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനം ഉണ്ടായിരുന്നു. ആ ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അങ്ങനെ ഒരുപാട് തവണ മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് പോലീസിലൊക്കെ പരാതി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ, നരഹത്യാശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് 5ഓളം വകുപ്പുകൾ ചേർത്ത് ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇയാളിപ്പോൾ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതേ അനുഭവം ഈ സ്ത്രീക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, അതായത് സംശയരോഗമാണ് പ്രധാനമായിട്ടും, പല സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് പലതവണ കത്തിക്കൊണ്ട് ആക്രമിക്കുന്നു, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ രീതിയിലൊക്കെയാണ് ആ സ്ത്രീ നൽകിയ പരാതിയിൽ പറയുന്നത്. 2ാം വിവാഹമായതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇത് ശരിയാവുമെങ്കിൽ ശരിയായി പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം സഹിച്ചു നിന്നത് എന്നും ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് ആ സ്ത്രീ എന്നോട് വളരെ വേദനയോടെ കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയും ചെയ്തു. അന്വേഷിച്ചപ്പോൾ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. കുണ്ടുകളിൽ അന്വേഷണം നടത്തിയിരുന്നു, മുക്കത്ത് അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണ സമയത്തൊന്നും ഇയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി ആരും പറഞ്ഞില്ല എന്ന് ഇവരുടെ രക്ഷിതാക്കളും പറയുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചത് മൂലം ഇദ്ദേഹത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. അത്
അതിനുശേഷം അതിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മദ്യമടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കാറുണ്ടെന്നും പലപ്പോഴും മദ്യം ഉപയോഗിച്ചൊക്കെ മദ്യം കഴിച്ചിട്ടൊക്കെ വീട്ടിലെത്താറുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിലയിലാണ് ആ സ്ത്രീയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയുക.